പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സ്കൈ ഈസ് ദ ലിമിറ്റ് ആൻഡ് ഏജ് ഇസ് നോട്ട് എൻ ഫാക്ടർ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ 50 ആയപ്പോഴാണ് എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി വന്നത്. സോ ഐ വാസ് എ ബിറ്റ് വറീഡ്. ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ ഫിസിക്കൽ ഫിറ്റ്നസ് എന്നൊക്കെ പറഞ്ഞാൽ ഐ എം ഫിറ്റ് ഇൻ എ നോർമൽ സ്റ്റാൻഡേർഡ്സ്. പക്ഷേ ഒരു എൻഡ്യൂറൻസ് സ്റ്റാൻഡേർഡിലൊന്നുള്ള ഫിറ്റ്നസ് ഒന്നും ഞാൻ ജിമ്മിൽ പോയി വെയിറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ മസിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരാളല്ല. അപ്പം എൻ്റെ പ്രധാനപ്പെട്ട ഒരു ടെൻഷൻ അതായിരുന്നു, ഹൗ വിൽ ഐ ഫിറ്റ് ഇൻ ടു ദിസ് റെജിമെൻ എന്നുള്ളത്. ദാറ്റ് ടു അറ്റ് 50 വെൻ യുവർ ഡൗൺ ഹിൽ പീരീഡ് സ്റ്റാർട്ട്സ് ഫ്രം 50 എന്ന്. അപ്പം അതിൽ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് കട്ടിയുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അതിന് വഴങ്ങും എന്നുള്ളതാണ് കാര്യം. ഞാനിതിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തത് ജിം ട്രെയിനിങ്ങും എല്ലാം. ഇപ്പോഴും അതിൻ്റെ പ്രോസസ്സാണ്. ഇനി എനിക്ക് ഫൈനൽ ഇനി വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഐ ഹാവ് ടു റെഡ്യൂസ് ഫ്യൂ മോർ കിലോസ് ആൻഡ് ദെൻ ബി മോർ ഫിറ്റ്. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. ബിക്കോസ് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ വേറെ എന്തും പറ്റും. പിന്നെ മനസ്സാണ് ഏറ്റവും വലിയ, ഭഗവത്ഗീത പറയുന്ന പോലെ തന്നെയാണ്, മനസ്സാണ് ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത്. അത് നമ്മളെ നശിപ്പിക്കാനും നമ്മളെ ഉയർത്താനും സാധിക്കുന്ന ഒരു ആയുധമാണ്. അപ്പോൾ നമ്മളുടെ മനസ്സിന് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം അത് അനുസരിച്ച് പ്രവർത്തിക്കും. അപ്പോൾ എനിക്ക് ഏറ്റവും പറയാനുള്ളത്, ഒരിക്കലും ആരും ഒരു സ്ത്രീ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു പ്രായം ഇത്രയായി എന്നുള്ള നിലയിലോ ആരെങ്കിലും എന്തിനെങ്കിലും പിന്നോട്ടേക്ക് വലിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും അത് വിശ്വസിക്കരുത്. സ്വയം മനസ്സിനെ ഉയർത്തുക, സ്വയം മുന്നോട്ടേക്ക് വരിക.